രാജ്മ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം രാജ്മ, ഒരു ഉള്ളി, ഒരു തക്കാളി എന്നിവയാണ് എടുത്തത്. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. രാജ്മ ഞാൻ 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഇനി നമുക്കിത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് 20 മിനിറ്റാണ് ഞാൻ വേവിച്ചത്. നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി വഴറ്റിയിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച രാജ്മ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. രാജ്മ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു 4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. രാജ്മ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിക്കൊപ്പമോ ചോറിൻ്റെ ഒപ്പമോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്